ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സമാധാനവും സന്തോഷവും ആശംസിക്കുന്നു. ഇന്നലെ ഒരു ദീർഘദൂരം കാറിൽ യാത്ര ചെയ്യുവാനിടയായി. ഒരു കസിൻ്റെ മകൻ്റെ മനസ്സമ്മതത്തിന് വേണ്ടി പോയതാണ്. അപ്പം ഞാനും വേറെ 3 പേരും കൂടി എൻ്റെ കാറിലാണ് പോയത്. അപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സമയം ഡ്രൈവ് ചെയ്യാനുണ്ടായിരുന്നത് കൊണ്ട് കാറിലിരുന്ന് പല പല കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ ഇപ്പോഴത്തെ പള്ളിക്കാര്യങ്ങളും അച്ഛന്മാരുടെ കാര്യങ്ങളും ഒക്കെ ചർച്ചാ വിഷയമായി. അപ്പോൾ പെട്ടെന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഒരാശയം, എന്നിൽ ഉരുത്തിരിഞ്ഞു വന്ന ഒരാശയം ഞാൻ പങ്കുവച്ചത് ഇപ്രകാരമായിരുന്നു. അതായത്, ക്രിസ്ത്യാനിറ്റിക്ക് ക്രിസ്തു പഠിപ്പിച്ച ക്രിസ്തുവിൻ്റെ വചനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ റിലവൻസ് ഉള്ള സമയമാണ് ഇന്നത്തെ ലോകം. കാരണം നമ്മൾ എവിടെ തിരിഞ്ഞ് നോക്കിയാലും മൂല്യച്യുതിയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും സന്തോഷത്തോടുകൂടെ ജീവിക്കണമെങ്കിൽ ക്രിസ്തു വചനം പാലിച്ചുകൊണ്ട്, ക്രിസ്തുവിനെ അറിഞ്ഞുകൊണ്ട്, ക്രിസ്തുവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുക എന്നത് മാത്രമാണ് ഇന്നത്തെ ലോകത്തിൽ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കുവാനുള്ള ഏക മാർഗം. എൻ്റെ സഹായം കർത്താവിൽ നിന്ന് വരുന്നു. കർത്താവ് എന്നോടുകൂടെ ഉണ്ടെങ്കിൽ ആര് എനിക്ക് എതിര് നിൽക്കാൻ സാധിക്കും? ഇന്ന് നമ്മളൊന്ന് ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ കേരളത്തിലെ വാർത്തകളാണെങ്കിൽ കഥകളും നുണക്കഥകളും വ്യഭിചാരവും ഇതിനെ കൊണ്ടൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ് കേരളത്തിലെ അന്തരീക്ഷം. ശബ്ദമയം, സത്യമില്ലാത്ത അസത്യത്തിൽ നിന്ന് ഉളവാകുന്ന ശബ്ദ കോലാഹലങ്ങൾ. എവിടെ നോക്കിയാലും അശാന്തി. മദ്യവും ലോട്ടറിയും വിറ്റ് കാശ് ജനങ്ങളിൽ നിന്ന് പിഴിഞ്ഞെടുത്ത് മുന്നോട്ട് പോകുന്ന ഭരണാധികാരികൾ. സഭയിലേക്ക് നോക്കിയാലും മൂല്യച്യുതികൾ. നമുക്കാകെ രക്ഷയുള്ളത് കർത്താവിൻ്റെ വചനങ്ങളിൽ മാത്രം. കർത്താവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയെ ഇന്നത്തെ ലോകത്തിലെ ഈ കപടതകൾക്കൊന്നും സ്പർശിക്കാൻ സാധിക്കുകയില്ല. കാരണം അവൻ ഈ ചെളിയിൽ നിന്നൊക്കെ കുറച്ച് ഉയർന്നാണ് നിൽക്കുന്നത്. അപ്പോൾ അവനെ ഒളിപ്പിക്കാൻ രഹസ്യങ്ങളൊന്നുമില്ല. അവർ വെളിച്ചത്തിൻ്റെ മക്കളാണ്. അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ അവർ ചെയ്യുന്നില്ല. അപ്രകാരമുള്ളവർക്ക് ആരെയാണ് ഭയപ്പെടേണ്ടത്? വചനമനുസരിച്ച് ജീവിക്കുന്നവന് കർത്താവിൻ്റെ മുൻപിൽ ആകാശവും ഭൂമിയും അതിലുള്ള സമസ്തവും സൃഷ്ടിച്ചവൻ്റെ മുമ്പിൽ മാത്രം മുട്ടുമടക്കി ശിരസ് നമിച്ച് നിന്നാൽ മതിയാകും. അതേസമയം കർത്താവിൻ്റെ വഴിവിട്ട് അന്ധകാരത്തിൻ്റെ പാതയിലൂടെ നടക്കുന്നവർക്ക് എല്ലാവരുടെയും മുമ്പിൽ തലകുനിച്ച് നിൽക്കേണ്ടി വരും, ഇന്നല്ലെങ്കിൽ നാളെ.
ഈ ഒരു വിവേകത്തിലേക്ക് പ്രകാശത്തിൻ്റെ മക്കളായി ജീവിച്ച് സമാധാനത്തിലും സന്തോഷത്തിലും ആ, ഈ ലോകത്തിൽ തന്നെ, ഇത്ര പ്രശ്നങ്ങളുള്ള ഈ ലോകത്തിൽ തന്നെ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കുവാനുള്ള ഏക മാർഗം, ഞാനാകുന്നു വഴിയും സത്യവും ജീവനുമെന്ന് പഠിപ്പിച്ച ഏക സത്യ ദൈവമായ കർത്താവാണെന്നുള്ള ബോധ്യം നമ്മെ എല്ലാവരെയും മുന്നോട്ട് നയിക്കട്ടെ. ഇതിനുള്ള കൃപ സർവേശ്വരൻ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ്. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ആമേൻ.